പാലക്കാട്, കാസർഗോഡ് ജില്ലകൾ കടുത്ത വരൾച്ചയെ നേരിടേണ്ടി വരുമെന്ന് പഠന റിപ്പോർട്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണിന് ശേഷം ലഭിക്കേണ്ട മഴ കുത്തനെ കുറഞ്ഞതാണ് ഇതിന് കാരണം. കാസർഗോഡ് ജില്ലയിൽ 39%, പാലക്കാട് 38% വരെ മഴയുടെ അളവിൽ കുറവുണ്ടായെന്ന് CWRDMന്റെ കണക്ക് രേഖപ്പെടുത്തുന്നു. ഈ കുറവ് ഭൂഗർഭജലത്തിന്റെ അളവിലും പ്രകടമായി തുടങ്ങി. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ 23% മഴ കൂടുതലായി കേരളത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ പ്രളയമായതിനാൽ തന്നെ ഭൂഗർഭജല പരിപോഷണം നടന്നില്ല. തുടർന്ന് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയിൽ 15% കുറവുണ്ടായി. തൊട്ടു പിന്നാലെ ജനുവരിയിലും ഫെബ്രുവരിയിലും മഴ ലഭ്യത കുറഞ്ഞു. ഇതാണ് സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടാക്കിയത്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് വരൾച്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. തൃശൂരിൽ 30%, കൊല്ലത്ത് 20%വുമാണ് മഴ കുറവ് അനുഭവപ്പെട്ടത്. ഏറ്റവും കൂടുതൽ വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ്. ലഭ്യമാവേണ്ട മഴയിൽ 39% ഈ ഒരു പീരീഡിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ വേനൽ മഴ കുറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ചൂട് ക്രമാതീതമായി ഉയരുകയും ചെയ്തതോടെ ജലാശയങ്ങളെല്ലാം അതിവേഗം വറ്റിവരളുകയാണ്. മാർച്ച് മാസത്തിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അടുത്ത 3 മാസം കടുത്ത വരൾച്ചയാകും കേരളം നേരിടുക. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്. കടുത്ത വേനലിലേക്ക് സംസ്ഥാനം പോകുന്നുവെന്ന് കാലാവസ്ഥാ പ്രവചനം. 8 ഡിഗ്രി വരെ ശരാശരി താപനിലയേക്കാൾ ചൂട് കൂടുമെന്ന നേരത്തെയുണ്ടായിരുന്ന മുന്നറിയിപ്പ് തിരുത്തി പുതിയ മുന്നറിയിപ്പ് വരുമ്പോഴും ആശങ്ക ഒഴിയുന്നില്ല. പ്രളയവും കടുത്ത തണുപ്പും ഈ കാലാവസ്ഥാ കലണ്ടറിൽ കണ്ട നമ്മൾ പോകുന്നത് കൊടും വരൾച്ചയിലേക്കാണോ? എന്ത് തയ്യാറെടുപ്പുകളാണ് നാം എടുത്തിട്ടുള്ളത് എന്നീ വിഷയങ്ങളാണ് സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികളായി CWRDMലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ PS ഹരികുമാർ, കാലാവസ്ഥാ ശാസ്ത്രജ്ഞൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ മേധാവി ഡോക്ടർ KG താര, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ പ്രതിനിധി ഫഹദ് മർസൂഖ് എന്നിവർ അതിഥികളായുണ്ട്. കടുത്ത വേനലിലേക്കാണോ സംസ്ഥാനം പോകുന്നതെന്നാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ആദ്യം ഡോക്ടർ PS ഹരികുമാറിലേക്ക്. ശ്രീ ഹരികുമാർ, നിലവിൽ നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? ഈ പറയുന്ന കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണോ ഈ ഭീഷണിയുള്ളത്? ഈ പ്രളയത്തിലും കാസർഗോഡ് ജില്ലയിൽ പ്രളയകാലത്തും കനത്ത മഴ രേഖപ്പെടുത്താത്തൊരു ജില്ലയാണ് കാസർഗോഡ്. എന്നാൽ കോഴിക്കോട് താരതമ്യേന നല്ല മഴ ലഭിച്ച ജില്ലയുമാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടാകുന്നത്? എന്ത് പ്രത്യാഘാതമാണ് ഈ വേനലിൽ അതുണ്ടാക്കുക? തീർച്ചയായിട്ടും കോഴിക്കോട് കഴിഞ്ഞ തുലാവർഷം, അതായത് നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ നമുക്ക് കിട്ടേണ്ടതിലും ഏതാണ്ട് 15% കുറവാണ് കോഴിക്കോട് ലഭിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ അല്ലെങ്കിൽ കോഴിക്കോട് ഇങ്ങനെയുള്ള ജില്ലകളെ ശരിയായിട്ടുള്ള ജലലഭ്യത പല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പുഴകളുടെ ഒഴുക്കിനെ അല്ലെങ്കിൽ ഭൂഗർഭജല വിധാനത്തെ ആ ഒരു പ്രക്രിയ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഈ കണക്കുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അത് വേണ്ട രീതിയിൽ നമ്മൾ ഈ വരൾച്ച സമയത്ത് വേണ്ട ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഇപ്പോഴേ തന്നെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ കാണിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കഠിനമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ പലയിടത്തും ശരിക്കും പറഞ്ഞാൽ നദികളുടെ ഒഴുക്ക് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടുള്ളതാണ് നമ്മുടെ കണക്കുകളൊക്കെ കാണിക്കുന്നത്, അല്ലെ പഠനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഡോക്ടർ ഹരികുമാർ, ഒരു സംശയം ചോദിക്കട്ടെ. ഈ പറയുന്ന പ്രളയകാലത്ത് കഴിഞ്ഞ കാലവർഷക്കാലത്ത് പെയ്ത മഴ, ആ മഴയുടെ അനുപാതം പോലും ഭൂഗർഭജല വിധാനത്തെ സ്വാധീനിച്ചില്ല എന്നാണോ? തീർച്ചയായിട്ടും അങ്ങനെയല്ല. നമ്മൾ ആ കഴിഞ്ഞ മഴ പെയ്തപ്പോഴും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു കുത്തി ഒലിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുഴയെല്ലാം ഒഴുകിപ്പോയത്. അതിനോടൊപ്പം തന്നെ റിവർ ബെഡ്സ് ഒഴുകിപ്പോകാനും അല്ലെങ്കിൽ ആ വെള്ളം പിടിച്ചു നിൽക്കാനായിട്ടുള്ളൊരു കഴിവ് പുഴകൾക്ക് നഷ്ടപ്പെട്ടെന്നുള്ള ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം അടുത്തുള്ള നമ്മുടെ ഭൂഗർഭ ജലസ്രോതസ്സിൻ്റെയും ജലവിധാനം കുറഞ്ഞതായിട്ടുള്ള കണക്കുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ നമ്മളൊക്കെ അന്ന് വിചാരിച്ചിരുന്നത് നമ്മുടെ തുലാവർഷം നമ്മളെ ഒന്നുകൂടെ സഹായിക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടുമെന്നുള്ളൊരു വിചാരമായിരുന്നു നമുക്കെല്ലാം അന്ന് ഉണ്ടായിരുന്നത്. പക്ഷെ അത് എന്തോ ഇങ്ങനെയുള്ള ചില ജില്ലകളിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15 തൊട്ട് 20 തൊട്ട് 25% വരെ പല ജില്ലകളിലും കുറവാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂഗർഭ ജലസ്രോതസ്സിൻ്റെ അതിൻ്റെ വാട്ടർ ലെവൽ അല്ലെങ്കിൽ നദികളുടെ ഒഴുക്ക് നമ്മൾ സസ്റ്റൈനബിളായിട്ട് നിലനിർത്തുന്നതിനൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് നമുക്ക് കിട്ടുന്ന തുലാവർഷം മഴയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മഴ കിട്ടുന്നത് മെയ് മാസങ്ങളിൽ അല്ലെങ്കിൽ ഏപ്രിൽ മെയ്യിൽ
ഉള്ള നോൺ മൺസൂൺ മഴകളാണ് സാധാരണ ഇത് കിട്ടുന്നത്. പിന്നീട് ജൂണിൽ മാത്രമേ നമുക്കെല്ലാം അറിയാവുന്ന പോലുള്ള നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കിട്ടാറുള്ളൂ. ഇത്രയും മാസങ്ങൾ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ തുലാവർഷ മഴ നല്ലപോലെ കിട്ടിയെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ജലസ്രോതസ്സിലൊക്കെ വെള്ളം നമുക്ക് തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ പിടിച്ചു നിർത്താനും തുലാവർഷ മഴയുടെ കുറവാണ് അല്ലെങ്കിൽ പഠനങ്ങളും തെളിയിക്കുന്നത് വരൾച്ചയ്ക്ക് കാരണമാവുക എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഫഹദ് മർസൂഖ്, ഫഹദ് മർസൂഖ്, രണ്ട് കാര്യങ്ങളിൽ ഒരു അവ്യക്തത ഇപ്പോഴുണ്ട്. ഒന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു 8 ഡിഗ്രി താപവ്യതിയാനം ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് മുമ്പുണ്ടായിരുന്നു. പിന്നീട് അത് 3-4 ഡിഗ്രിയായി കുറഞ്ഞു. സ്വാഭാവികമായും മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവചനങ്ങളിൽ ചില പാളിച്ചകൾ IMDയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ഏജൻസിയാണ് അത്, IMDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ ഒരു മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അവരിലൊരു ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിൽ നാളെയും മറ്റന്നാളുമൊക്കെ കനത്ത തോതിലുള്ളൊരു ഉഷ്ണക്കാറ്റ് വീശുമെന്ന തോതിലുള്ള ഒരു പ്രചാരണമുണ്ട്. അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണ്? ശരിക്കും ജനങ്ങൾ ജാഗരൂകരാകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു ഹ്രസ്വകാല കണക്കുകൂട്ടൽ? ഈ വേനലിൽ എങ്ങനെയായിരിക്കും മൊത്തം സംസ്ഥാനത്തിൽ ഒരു താപവ്യതിയാനം ഉണ്ടാവുക? ഈ വേനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വേനൽ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ കനത്ത വേനലാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ 2019 തുടക്കം മുതൽ തന്നെ 2019 ജനുവരി 1 മുതലുള്ള ടെമ്പറേച്ചറിലെ വേരിയേഷൻ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പം വിശേഷിച്ച് ഫെബ്രുവരി മാസം ആയതു മുതൽ ടെമ്പറേച്ചർ അനോമലി 3 ഡിഗ്രിയും 3 ഡിഗ്രിയിൽ കൂടുതലുമൊക്കെ പല ദിവസങ്ങളും രേഖപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പരിശോധിക്കുകയും നമ്മൾ ഇങ്ങനൊരു സാഹചര്യം വരുന്ന സമയത്ത് നേരിടാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾക്ക് ഒരുങ്ങാനുള്ള കാലക്കൂട്ടിയുള്ള നിർദ്ദേശം സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ അറിയിക്കുകയും ചെയ്തത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലെ തുടക്ക ദിവസങ്ങളിൽ, ആദ്യത്തെ ദിവസങ്ങളിൽ IMDയുടെ ഒരു മോഡൽ GFS എന്ന് പറയുന്ന മോഡലിൽ നമ്മൾക്ക് കാണാൻ പറ്റിയ ടെമ്പറേച്ചർ അനോമലി ഉണ്ടായിരുന്നു. 8 ഡിഗ്രിയോളം ചൂട് കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിർത്തിയിട്ട്. അപ്പോൾ അതുവരെയുള്ള നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത് 3 ഡിഗ്രിയോളം കോഴിക്കോട് ജില്ലയിലേക്ക് ടെമ്പറേച്ചർ അനോമലി കാണിച്ചുകൊണ്ടിരുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മോഡലിൽ വന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. അപ്പോൾ ആ ഔട്ട്പുട്ട് പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനനുസരിച്ച് ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു അറിയിപ്പ് മാത്രമാണ്. അതായത് ഔദ്യോഗികമായി ഉഷ്ണതരംഗം നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നില്ല. നമ്മൾ ഈ മോഡൽ അനുമാനം വെച്ചുകൊണ്ട് ഇങ്ങനെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന്. കാരണം 2-ാം തീയതിയാണ് വരുന്നത്. മോഡലിൽ കാണിക്കുന്നത് 4-ാം തീയതിയും 5-ാം തീയതിയും ഇവിടെ 8 ഡിഗ്രിയോളം നമ്മുടെ കോഴിക്കോട് മേഖലയിൽ ടെമ്പറേച്ചർ വേരിയേഷൻ വരുമെന്നാണ്. അപ്പോൾ അത് വെച്ച് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസിക്ക് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ജനങ്ങളെ ജാഗ്രതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഭാഗ്യവശാൽ കഴിഞ്ഞ 2 ദിവസം, ഇപ്പോൾ മാർച്ച് 4 കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ IMD ഈ ഹീറ്റ് അലർട്ട് പ്രഖ്യാപിക്കുകയും പിന്നെ ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയുണ്ടായി. പക്ഷേ അത്രത്തോളം ടെമ്പറേച്ചർ നമുക്ക് പേടിക്കേണ്ട രീതിയിലുള്ള ടെമ്പറേച്ചർ അനോമലി ഇന്നലത്തെയും ഇന്നും ദൃശ്യമായിട്ടില്ല. നാളെയും മറ്റന്നാളും ഒരു സംശയം, അതായത് IMD നമുക്ക് അത് പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്, പൊതുജനങ്ങൾ അത് പരിശോധിക്കാറുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥാ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പോലും അത് കൃത്യമായി പരിശോധിക്കണമെന്നൊന്നുമില്ല. അവരുടെ സൈറ്റിൽ പോയിട്ട് അത് നോക്കാറില്ല. പക്ഷേ SDMA പോലുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസിക്ക് ഒരു ഇൻപുട്ട് ലഭിക്കുമ്പോൾ ആ ഇൻപുട്ടിൽ വേരിയേഷൻസ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. മുൻകാല അനുഭവങ്ങളുണ്ട്. IMDയുടെ പ്രവചനങ്ങളെപ്പറ്റി നമുക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. 8 ഡിഗ്രി താപവ്യതിയാനം ഉണ്ടാകും എന്ന് SDMA പറയുന്നതും IMD പറയുന്നതും രണ്ടാണ്. SDMA അത് പറയുമ്പോൾ ജനങ്ങൾ പരിഭ്രാന്തരാകും. അപ്പോൾ ഇതിൽ ഇത്രയും 8 ഡിഗ്രിയുടെ വ്യതിയാനം 2-3 ദിവസത്തിനുള്ളിൽ താപവ്യതിയാനം ഉണ്ടാകുമെന്നൊരു വിവരം പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുമായി ആശയവിനിമയം നടത്തി അതിൽ ഒരു കൃത്യത വരുത്തേണ്ടതായിരുന്നില്ലേ? IMD ഉദ്ധരിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളുടെ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. IMD പറയുന്നത് ആ സമയത്ത് 1 ഡിഗ്രി ടെമ്പറേച്ചർ വേരിയേഷൻസ് വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്നായിരുന്നു. SDMA കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 8 ഡിഗ്രി അങ്ങനെ കാണിച്ചത് കൊണ്ട് മാർച്ച് 3-ാം തീയതി 4-ാം തീയതിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ 3-ാം തീയതി വരെ IMD അങ്ങനെ യാതൊരു മുന്നറിയിപ്പും പുറപ്പെടുവിക്കുന്നുമില്ല. അപ്പോൾ IMDയെ കാത്തു നിൽക്കുന്നത് മുന്നൊരുക്കങ്ങൾക്ക് തടസ്സമാകുമെന്നുള്ളത് കൊണ്ടാണ് 8 ഡിഗ്രി എന്ന് പറയുന്ന മോഡൽ അനുമാനം സൂചിപ്പിച്ചുകൊണ്ട് സൂര്യാഘാതത്തെ നേരിടാൻ വേണ്ടുന്ന മുൻകരുതലുകൾ ജനങ്ങളോട് സ്വീകരിക്കാനും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളോട് ഇങ്ങനൊരു തരംഗത്തിനുള്ള സാധ്യതയുണ്ട്, ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അതിജാഗ്രതയോടുകൂടി
വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താനും SDM നിർദ്ദേശിച്ചത്. ഈ മോഡൽ അനുമാനം വെച്ചുകൊണ്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ മോഡൽ അനുമാനം അങ്ങനെ വെക്കുമ്പോൾ മോഡൽ അനുമാനത്തിൽ കാണിക്കുന്ന 8 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ IMD ഈ മോഡലുകളൊന്നും അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ IMD ചെയ്യേണ്ടത് പബ്ലിക് ഡൊമൈനിൽ നിന്ന് ആ മോഡലുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നിങ്ങൾക്കും ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടം പോലെയല്ലല്ലോ. ഇപ്പം നമ്മളെല്ലാവരും കാലാവസ്ഥയെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യുകയും നമ്മൾ വളരെയധികം കൺസേൺ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ, സാധാരണ ജനങ്ങൾ, അക്കാഡമിക്സിലുള്ള ആളുകൾ എല്ലാവരും IMDക്ക് വ്യത്യസ്ത തരം മോഡലുകളുണ്ട്. അവരുടെ മോഡലുകളിൽ ഇനാക്യുറസി ഉണ്ട് എന്നുള്ള കാര്യം സർവ്വസമ്മതമാണ്. അതിൽ ഇനാക്യുറസി, പക്ഷേ 8 ഡിഗ്രിയുടെ ഒരു വ്യത്യാസം വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായും അവരുമായി ആശയവിനിമയം നടത്തും. അപ്പോൾ 8 ഡിഗ്രി എന്ന ഒരു മോഡൽ മുന്നിൽ വെച്ചാൽ അത് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് പൊതുജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹിക പ്രത്യാഘാതം SDMA പരിശോധിക്കേണ്ടതായിരുന്നില്ല എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും അത് ജനങ്ങളെ ആ ഗൗരവത്തിൽ കാണിക്കുക എന്ന് തന്നെയാണ് SDM ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ജനങ്ങളെ പാനിക്കാക്കുക എന്നുള്ളതല്ല. സംസ്ഥാനത്തെ നിലവിൽ 3 ഡിഗ്രിയും 4 ഡിഗ്രിയും വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചൂട് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം. അപ്പോൾ 1 ഡിഗ്രി എന്ന് പറയുന്നത് കൊണ്ട് IMDയുമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് IMD പറയുന്നത് 1 ഡിഗ്രിയോ 1/2 ഡിഗ്രിയോ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ എന്നാണ്. 8 ഡിഗ്രി മോഡലിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. IMD തന്നെ അവരുടെ നിലപാട് തിരുത്തുകയും 3 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത അവർ പറയുകയും ചെയ്തു. അപ്പോൾ അത് IMD ഇന്നലെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അതിന് മുന്നേ, അതായത് അവരുടെ മോഡലിൽ ഒന്ന് പറയുന്നു, അവർ പിന്നീട് ആശയവിനിമയം നടത്തുമ്പോൾ അവർക്ക് തന്നെ വ്യക്തതയില്ലാത്ത മറുപടി നമുക്ക് തരുന്നു. വ്യക്തമാണ് കാര്യങ്ങൾ. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, എന്തുകൊണ്ടാണ് ഈ പ്രവചനം ഇങ്ങനെ വരുന്നത്? കാരണം 8 ഡിഗ്രി താപവ്യതിയാനം ഉണ്ടാകുമെന്ന് ജനങ്ങളോട് പറയേണ്ടി വരുന്നൊരവസ്ഥ SDMA പോലുള്ളൊരു ഏജൻസിക്ക്, അത് IMDയുടെ ഒരു പിഴവായി തന്നെ കാണേണ്ടി വരും. കാരണം അവരുടെ മോഡലിലെ ഇന്നാക്യുറസിയാണ് അത് കാണിക്കുന്നത്. പക്ഷേ ഈ ഇന്നാക്യുറസികളുള്ളതോടൊപ്പം തന്നെ ഒരു താരതമ്യേന ഭേദപ്പെട്ട ഒരു ഡാറ്റ എടുക്കുകയും അത് കൃത്യമായി ജനങ്ങൾക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അവരെ ജാഗരൂകരാക്കാൻ ഈ ഏജൻസികൾക്ക്, SDMA ആകട്ടെ IMD ആകട്ടെ, ഇവർക്ക് കഴിയാതെ പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം SDMA ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയാണ്. കാരണം അവർക്ക് പ്രവചന സംവിധാനമൊന്നുമില്ല. അവർ മറ്റ് പ്രവചന ഏജൻസികൾ, ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് ഏജൻസികളുടെയൊക്കെ ഡാറ്റ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത്. അപ്പോൾ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്ന ഏജൻസികളുടെ മോഡലുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളല്ലല്ലോ, നമ്മുടെ ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉത്തരവാദികളല്ല. പക്ഷേ കുറച്ചുകൂടി കെയർഫുള്ളായിട്ട് അവർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഈ രീതിയിലുള്ള ഈ ഒരു പ്രവചനം അവർ നൽകിയിരിക്കുന്നത് അത്ര ഒരു സയൻറ്റിഫിക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ഫാക്ടേഴ്സും നമ്മളിതിനകത്ത് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒന്ന്, സൂര്യൻ്റെ സോളാർ മിനിമത്തിലാണ് സൂര്യൻ ഇപ്പോഴും. പിന്നെ ചന്ദ്രൻ്റെ സ്ഥാനം വരുന്നുണ്ട്. മറ്റന്നാളെയൊക്കെ ചന്ദ്രൻ്റെ ആ പൊസിഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് അറ്റ്മോസ്ഫിയറിനെ ബാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മർദ്ദവ്യതിയാനമുണ്ട്. അതായത് അപ്പർ അറ്റ്മോസ്ഫിയറിൽ, ഇപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നല്ല മർദ്ദമാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ളത്. തെക്കൻ ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ മർദ്ദത്തിൽ അല്പം കുറവുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും താപമേറിയ വായു താഴേക്ക് ഇറങ്ങി വരികയും അവിടെ തന്നെ തുടരുകയും ചെയ്യും. താപമേറിയ വായുവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ നേരം അവിടെ തന്നെ തുടരും. ശൈത്യകാലത്തെ പോലെ അല്ല, അതവിടെ തന്നെ തുടരുകയും ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ആപേക്ഷികമായിട്ടുള്ള ആർദ്രത, ഹ്യൂമിഡിറ്റി ഈ ഭാഗങ്ങളിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടാണ് ഈ കാലയളവിൽ കണ്ടുവരുന്നത്. അത് തികച്ചും ഒരു അപായ സൂചന തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. ഈ 11 മുതൽ 3 മണി വരെയുള്ള സമയത്ത് വെളിയിൽ ഇറങ്ങരുത്, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് വെയിൽ കൊള്ളരുത് എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട്. അത് ആ മുന്നറിയിപ്പ് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് തന്നെ എടുക്കണം. പിന്നെ താപനില കൂടുന്നതും കുറയുന്നതും ഒക്കെ അതൊക്കെ ഒരു അളവുകളാണ്. പക്ഷെ അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്നാണ് ശരിക്കും കണക്കിലെടുക്കേണ്ടത്. അത് സ്തുത്യർഹമായ രീതിയിൽ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏജൻസി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. കാരണം താപതരംഗമല്ല, സൂര്യാഘാതം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം താപം ഏറി വരികയും അതുമാത്രമല്ല ഹ്യൂമിഡിറ്റി കൂടുതൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൂര്യാഘാതം ഉണ്ടാകും. അത് സൂക്ഷിച്ച് തന്നെ ഇരിക്കണം, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലുള്ളവർ. അത് തീർച്ചയായിട്ടും ആ ഒരു മുന്നറിയിപ്പ് നല്ലത് തന്നെയാണ്. പിന്നെ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ സമയത്ത് ഈ ഭാഗത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വിരളമാണ്.
അതിനുള്ള ഒരു ഫാക്ടേഴ്സ് ഒന്നും തന്നെ കാണുന്നില്ല എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഏത് രീതിയിലിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു 20-21 തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കുമുള്ള ആഘാതം വരാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മുടെ ഇവിടുത്തെ ഈ മൺസൂണിനെയും സമ്മറിനെയും ഒക്കെ ബാധിക്കുന്ന എല്ലിനോ ഈ തരുണത്തിൽ വളരെ നേരിയതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഡിസംബർ കാലയളവിൽ ഉണ്ടാകുന്ന ആ എല്ലിനോ വളരെ നേരിയതായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു വേനൽക്കാലമായിരിക്കും ഇത്. അത് മാത്രവുമല്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള മൺസൂണിലേക്കുമാണ് ഈ കാര്യങ്ങൾ നയിക്കുന്നത്. SDMA കാര്യത്തിൽ യാതൊരു പിഴവും എനിക്ക് തൽക്കാലം കാണാൻ കഴിയുന്നില്ല. ആവശ്യമായിട്ടുള്ള ഡോക്ടർ KG താര, ഇവിടെ മൂന്ന് പേർ, അതായത് SDMAയുടെ ഒരാൾ, CWRDM, ഒരു കാലാവസ്ഥ നിരീക്ഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഇവർ 3 പേരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്, ഇപ്പോൾ രാജഗോപാൽ കമ്മത്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ മനസ്സിലാക്കുന്നത്, സ്വാഭാവികമായൊരു വേനൽക്കാലത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്, സ്വാഭാവികമായൊരു മൺസൂൺ വരുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ജനങ്ങളോട് നാം പറയുന്നത് വലിയ ഉഷ്ണക്കാറ്റുണ്ടാകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ ഒരു നിരീക്ഷണ പ്രകാരം 3-4 ഡിഗ്രി വരെ താപവ്യതിയാനം വരാൻ പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ കടുത്ത വരൾച്ചയുണ്ടാകും, കാസർഗോഡ് ജില്ലയിലും വരൾച്ചയുണ്ടാകും എന്ന് CWRDM പറയുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഇങ്ങനെയാണോ ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത്? ഇതിലൊരു വ്യക്തത വരുന്നില്ല. അങ്ങനെ കടുത്ത വരൾച്ചയിലേക്ക് കോഴിക്കോടും കാസർഗോഡ് ജില്ലകളെങ്കിലും പോവുകയാണെങ്കിൽ ഈ ചൂട് ഒരു വശത്ത് ജല ദൗർലഭ്യം, ഇതെല്ലാം പ്രശ്നമാണ്. ഇത്തരം ഡാറ്റകളെ മുമ്പിൽ വെച്ച് എങ്ങനെയാണ് ഒരു ഭരണകൂടം അല്ലെങ്കിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനായുള്ള മുൻകരുതലുകൾ എടുക്കുക? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇതിൽ ഡേറ്റ, അതായത് ഇന്ന് കിട്ടുന്ന ഈ വിവരങ്ങളിൽ വിശകലനം ചെയ്യുന്നതിൽ SDMAയ്ക്ക് തെറ്റു പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത് ഈ IMDയുടെ ഈ GFS മോഡൽ എന്ന് പറയുന്നത് 8 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതിയിൽ കേരളത്തിനെ മുഴുവനും ചെറിയ ചതുരങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് അതിലെ റീഡിംഗ് എടുത്തു വെച്ചിട്ടാണ് ഈ GFS മോഡൽ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ഓരോ ജില്ലയും കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾ സാധാരണ മുന്നറിയിപ്പ് കൊടുക്കുന്നത്. 8 ഡിഗ്രി ഗ്രിഡ് എന്ന് പറയുന്നത് ഈ 8 കിലോമീറ്റർ നീളം, 8 കിലോമീറ്റർ വീതി എന്നുള്ള ഒരു ഗ്രിഡിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു അലർട്ട് കൊടുക്കാൻ, അതായത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് സാധാരണ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു ജില്ലയിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ടുള്ള ഏറ്റവും കൂടിയ താപനില എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഈ അത്യുഷ്ണം വരാനുള്ള സാധ്യതയുണ്ടോ, നോർമൽ എന്നാണ് അതിന് പറയുന്നത്. 30 വർഷത്തെ ഡേറ്റ് എടുക്കുന്ന അതിൻ്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ അതിന് നോർമൽ എന്ന് പറയും. ആ നോർമലിൽ നിന്ന് എത്ര വ്യതിയാനം വരുന്നു, ഉഷ്ണക്കാറ്റ് വരുമോ, അത്യുഷ്ണം വരുമോ, സൂര്യാഘാതം വരുമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ മോഡൽ IMDയുടെ, അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മുന്നറിയിപ്പ് തരേണ്ട ഏജൻസി IMD ആയതുകൊണ്ടും IMD അത്തരം ഒരു അപായ സൂചന തരാത്തത് കൊണ്ടും SDMA അല്ലെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റി അത് നേരത്തെ കൂട്ടി ഇങ്ങനെ ഒരു അപായ സൂചന, അതായത് ചൂട് കൂടുമെന്ന് പറയാം, പക്ഷേ ഇങ്ങനെ സൈറ്റിൽ, പക്ഷെ അതിനെ തെറ്റായി വിശകലനം ചെയ്തു പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചൂട് കൂടാനുള്ള സാധ്യതയുണ്ടെന്ന് IMDയുടെ വെബ്സൈറ്റിൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ചൂടിനെ നിയന്ത്രിക്കാനും കുടിവെള്ളം സംരക്ഷിക്കാനും ഇനി കിട്ടാൻ പോകുന്ന വേനൽ മഴയെ സംരക്ഷിക്കാനും ഒക്കെയുള്ള നടപടികൾ എടുക്കാമെന്ന് വേണമെങ്കിൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് പറയാം. അപ്പോൾ വിശകലനത്തിൽ പറ്റിപ്പോയ പാകപ്പഴയാണ്. കാരണം ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ഞങ്ങൾ 3-4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ചൂട് കൂടും എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ്. ആ മോഡൽ അവിടെ ഉള്ളത് ഈ 8 കിലോമീറ്റർ ഗ്രിഡിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു മോഡലായതുകൊണ്ട് അവർ പറയുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ CWRDMൻ്റെ കോഴിക്കോട് ശാസ്ത്ര സ്ഥാപനത്തിൻ്റെ മുന്നറിയിപ്പുകളെ ഞാൻ കൂടുതൽ ഗൗരവമായി ഞാൻ കാണുന്നു. അതായത് കോഴിക്കോടും കാസർഗോഡും ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡേറ്റയും അവരുടെ ശാസ്ത്രീയ വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അവർ പറയുന്ന മുന്നറിയിപ്പുകളെ ഞാൻ കൂടുതൽ ഗൗരവമായി പറയുന്നു. കാരണം അതൊരു ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ്. നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അത്തരം വൈദഗ്ധ്യമുള്ളവർ, അതായത് അതിനകത്ത് ഗവേഷണവും ഡോക്ടറേറ്റും ഒക്കെ ഉള്ളവർ വളരെ പരിമിതമായിട്ടുള്ള ഇതാണ്. മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, പിന്നെ അങ്ങനെയുള്ള ഒരു സംവിധാനം, ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇത്തരം ശാസ്ത്രീയ വിഷയങ്ങളിൽ അവർ ഒരു
വേണ്ട അത്ര ഒരു പ്രാഗൽഭ്യമുള്ളവരുടെ എണ്ണം വളരെ പരിമിതമാണ്. അപ്പോൾ അതിൽ ഒരു സർക്കാരിന് ചെയ്യാവുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ വേണ്ടപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളുടെ മേധാവികളെ വിളിച്ചുകൂട്ടി അവിടെ ഒരു ചർച്ച, ഒരു അവലോകനം നടത്തി എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്ന 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ചൂടിനെ നേരിടാൻ, ചൂട് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും സാധിക്കുമോ, ഇപ്പോൾ ഹ്രസ്വകാല അടിസ്ഥാനത്തിലും ദീർഘകാല അടിസ്ഥാനത്തിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന് പുറമെ ഈ ചൂടിനെ നേരിടാൻ എന്തെല്ലാം രീതിയിലാണ് നമ്മൾ ആളുകളെ പ്രാപ്തരാക്കേണ്ടത്, ഈ സംസ്ഥാനം എന്തെല്ലാം മുൻകരുതലെടുക്കണം. നമുക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഈ വെള്ളത്തിൻ്റെ ഉപയോഗം വളരെ കർശനമായിട്ടുള്ളൊരു നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. കാരണം കുടിവെള്ളം ഒഴിച്ച് ബാക്കി എല്ലാ ഉപഭോഗങ്ങൾക്കുമുള്ള പിന്നെ ഇതിൽ, അതായത് അതിൻ്റെ അളവിൽ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് എന്താണ് സ്ഥിതി വിശേഷം? നമ്മളിപ്പോൾ ഒരു പണക്കാരനായിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ ചെടിക്ക് നനയ്ക്കാം, എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ പൂന്തോട്ടം നനയ്ക്കാം, എൻ്റെ കാറ് കഴുകാം, അതിന് ഞാൻ വേണ്ട അത്രയും പൈസ ഞാൻ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്താൽ മതി. നേരെ മറിച്ച് എനിക്ക് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളുടെ ശരാശരി വെള്ളത്തിൻ്റെ ഉപഭോഗം എന്ന് പറയുന്നത് 200 ലിറ്ററാണ് പ്രതി ശീർഷ ഉപഭോഗം. അതിപ്പോൾ ശരിക്കും 100-200 ഗാലനാണ് നമ്മൾ പകരം ഉപയോഗിക്കുന്നത് ഒരു പ്രതിശീർഷ ഉപഭോഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു സർക്കാർ ഉത്തരവ് കൊണ്ട് സാധിക്കും. അതായത് ഓരോ വീട്ടിൻ്റെ ഇപ്പോൾ 4 പേരുണ്ടെങ്കിൽ പ്രതിശീർഷ ഇത്ര ഉപഭോഗം ഇത്രയാണ്. അതിൽ കൂടുതൽ നിങ്ങൾ ഉപഭോഗമാണെങ്കിൽ നിങ്ങളുടെ വെള്ളത്തിൻ്റെ കണക്ഷൻ തന്നെ കട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പരിമിതപ്പെടുത്തും. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. 2, നമ്മൾ ഈ ചൂടിനെ നേരിടാൻ ആളുകളെ പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വെയിലത്ത് പണിയെടുക്കുന്ന ആളുകൾ, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകൾ, പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ പോലും പല ആളുകൾക്കും ഈ ഇത്തരം കുടിവെള്ളം കിട്ടാനുള്ള സംവിധാനമില്ല. നമ്മുടെ ട്രാഫിക് പോലീസിനെ തന്നെ നോക്കൂ, അവരുടെ കയ്യിലെ പൈസ കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ വെള്ളം മേടിച്ച് കുടിക്കാം എന്നുള്ളതല്ലാതെ അവർക്ക് വെള്ളം ലഭ്യമാക്കുന്നില്ല. നമ്മൾ കരാർ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സാധാരണ പല നഗരങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പോൾ ഈ ചൂട് കൂടിയപ്പോൾ ചില നഗരങ്ങളിൽ, ഇന്ത്യയിൽ തന്നെയാണ്, അഹമ്മദാബാദ് എന്നുള്ള നഗരത്തിലാണ് ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്. അതായത് ചൂടിനെ പ്രതിരോധിക്കാനുള്ള ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. അവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ പണിക്ക് ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ചെറിയ ഷെഡുകൾ കെട്ടുക. ഈ ബസ് കാത്തു നിൽക്കുന്ന പോലെയുള്ള വെയിറ്റിംഗ് ഷെഡുകൾ, അത് ഈ ചാക്ക് നനച്ച് ഇട്ട് അങ്ങനെ ഒരു എന്താണ് നമുക്ക് തണുപ്പ് കിട്ടാനുള്ള ഒരു സംവിധാനം, അതായത് തൊഴിലുടമകൾ മുൻകൈ എടുത്തിട്ടാണ് അവിടെ ചെയ്യുന്നത്. കുടിവെള്ളം ലഭ്യമാക്കുക അവർക്ക്. ഇപ്പോൾ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ഇത് നോക്കൂ, അവിടെ ഈ സന്നദ്ധ പ്രവർത്തകരും ഈ അല്ലാത്ത NGOമാരും എല്ലാവരും ഈ കച്ചവട സ്ഥാപനങ്ങളും എല്ലാവരും ഈ പൊങ്കാല ഇടാൻ പോകുന്ന സ്ത്രീകൾക്കും തിരിച്ചു വരുന്ന ആളുകൾക്കും സ്ത്രീകൾക്കും കുടിവെള്ളവും സംഭാരവും എല്ലാം വിതരണം ചെയ്തിരുന്നു. അങ്ങനെ നമ്മളൊന്ന് സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനം നമ്മൾ നാട്ടുകാർ ചെയ്യണം. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഡോക്ടർ ഹരികുമാറിലേക്ക് കൂടി. ഡോക്ടർ ഹരികുമാർ, ഈ IMDയുടെ കാലാവസ്ഥാ പ്രവചനം നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? കാരണം ഈ ബാഷ്പീകരണം സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു പ്രവചനം, അവരുടെ താപനിലയുമായി ബന്ധപ്പെട്ട ഫോർകാസ്റ്റുമായി കൂടി ബന്ധപ്പെട്ടാണല്ലോ നിങ്ങൾ ഈ ജലബാഷ്പീകരണം കൂടി നിങ്ങളുടെ ഒരു പഠന വിഷയമാണല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ IMDയുടെ പ്രവചനങ്ങൾ? തീർച്ചയായിട്ടും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പല പഠനങ്ങളിലും അത് വേണ്ട രീതിയിൽ നമുക്ക് ജലലഭ്യത അല്ലെങ്കിൽ ഒരു പുഴയുടെ ജലവിധാനം ഏതൊക്കെ രീതിയിൽ മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ റീച്ചർ നമുക്ക് എങ്ങനെയൊക്കെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ഈ ഡാറ്റ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് ആക്യുറേറ്റായിട്ട് തന്നെ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്, ലഭിക്കാറുണ്ട്. അത് നമ്മുടെ പല മോഡലിങ്ങും അല്ലെ പല പഠനങ്ങൾക്കും നമ്മൾ വേണ്ട രീതിയിൽ ആണിത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു സംഗതി എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും മുന്നിൽ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മൾ ഒരു വെള്ളപ്പൊക്കം വരും അല്ലെങ്കിൽ കുറച്ച് മഴ കൂടുതൽ കിട്ടുമ്പോൾ നമ്മളിതൊക്കെ മറക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അതിൻ്റെ കാര്യങ്ങൾ കൺസർവേഷനെ കുറിച്ചിട്ട് ആരും ചിന്തിച്ചിരുന്നില്ല. ഇപ്പോഴ് നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. നമുക്ക് കുറച്ച് വേനൽ മഴയെങ്കിലും കിട്ടുവാണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പരിഹാരമാർഗം കാണാനായിട്ട് സാധിക്കും.
അതില്ലാന്നുണ്ടെങ്കിലേ ഉള്ളൂ ഈ പറഞ്ഞ പ്രശ്നങ്ങളും നല്ല രൂക്ഷമായിട്ടുള്ള വളർച്ചയൊക്കെ നമുക്ക് നേരിടേണ്ടി വരുള്ളൂ. അത് വേനൽ മഴ കിട്ടുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഇനിയെങ്കിലും നമ്മൾ വേണ്ട രീതിയിൽ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് അല്ലെങ്കിൽ മഴവെള്ള സംഭരണികൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് വെള്ളം തടഞ്ഞു നിർത്താൻ പറ്റും, ചെറിയ ചെറിയ തടയിടങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ടും അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ രൂക്ഷത കുറയ്ക്കാനായിട്ടും സാധിക്കും. വേറൊരു പ്രധാന കാര്യം എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഏത് രീതിയിൽ നമുക്ക് പുനരുപയോഗം ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള ചില ചിന്തകളും അല്ലെങ്കിൽ പഠനങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കണമെന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ആവശ്യമായിട്ടുള്ള ചില നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അത് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ എല്ലാ നമ്മൾ ചില കോംപ്ലക്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോളേജ് സ്കൂള് എല്ലാ സ്ഥലങ്ങളിലും അത് നമുക്ക് അവിടെ തന്നെ അത് പുനരുപയോഗിക്കുന്ന രീതിയിലുള്ള ചില മാർഗ്ഗങ്ങൾ അവലംബിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പിന്നീടുള്ളത് നമുക്ക് ട്രഡീഷണലായിട്ട് കേരളത്തെ സംബന്ധിച്ച് അതിന് ഏറ്റവും അധികം സമ്പന്നമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപാട് നമുക്ക് ടാങ്ക്സ് ആൻഡ് പോണ്ട്സ് നമുക്കുണ്ട്. പലതും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ വെറുതെ അത് പിന്നെ ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമുക്ക് വേണ്ട രീതിയിൽ റിജവനേറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു വലിയൊരു മുതൽക്കൂട്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം ചിന്തിക്കുന്നത്. പിന്നീടുള്ളത് നമ്മുടെ കോറി. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് മലപ്പുറത്ത് തന്നെയുള്ള ഒരു കോറിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കഴിഞ്ഞ ഇതുപോലെ ഒരു വരൾച്ച ഉണ്ടായപ്പോൾ ഞങ്ങളിതുപോലെ ബഹുമാനപ്പെട്ട കളക്ടർമാർ ആവശ്യപ്പെട്ടിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ എടുത്തിരുന്നു. അതിൽ 100-ലധികം കോറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചെറിയ ചെറിയ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കോറികൾക്ക് വേണം. പെട്ടെന്ന് നമുക്കത് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ പല ആവശ്യങ്ങൾക്കും, ഉദാഹരണത്തിന് കൃഷിക്കാണെങ്കിലും ബാക്കിയുള്ള ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ ഈ കോറിയിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. കുടിക്കാനുള്ള വെള്ളം ശരിക്കും പറഞ്ഞാൽ കോറിയുടെ വെള്ളം നമുക്ക് വേണ്ട രീതിയിൽ ഫലപ്രദമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പല വാട്ടർ സ്റ്റോറേജും പല കോറിയോടനുബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. പിന്നീടുള്ളത് ഏറ്റവും നമുക്ക് പ്രധാനപ്പെട്ട ഉള്ളൊരു സംഗതി എന്ന് പറയുന്നത് ജലഗുണനിലവാരമാണ്. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന വെള്ളം പലരും കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അത് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് അത് പിന്നെ പോകാൻ സാധ്യതയുണ്ട്. കിട്ടുന്ന വെള്ളം നമുക്കെല്ലാം നല്ല ശുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഗുണനിലവാരം ഉറപ്പിലാക്കാൻ വേണ്ടിയുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ്. അതിന് എല്ലാ തലത്തിലുമുള്ള ചില നടപടികൾ നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ചില ഗുണനിലവാരം ഉറപ്പാക്കണം. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതുവരെ നമ്മൾ കോളറ എറാഡിക്കേറ്റ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ രീതിയിലെങ്കിലും അതിൻ്റെ ഒരു പിന്നെ ഡിസീസ് പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ പലപ്പോഴും എടുക്കേണ്ടി വരും. അതുപോലെ പല ജലജന്യ രോഗങ്ങളും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ എടുക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ പിന്നെ കൂടുതൽ ഭീതി വരുത്തുന്നതിലും കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ മുൻകരുതൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പഠനങ്ങളും അല്ലെങ്കിൽ നിരീക്ഷണങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഞാൻ മടങ്ങി വരാം. ഫാത്ത് മർസൂഖ്, ഈ IMDയുടെ മോഡൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്, അതിൽ പ്രശ്നങ്ങളുണ്ട്, അത് സമ്മതിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം നമ്മൾ ഓഖി ദുരന്തകാലത്ത് നമ്മൾ അനുഭവിച്ചതാണ്. അവർ നൽകുന്ന മുന്നറിയിപ്പുകൾ, നമ്മൾ ആശ്രയിക്കാൻ പോയാൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, ഇതെല്ലാം നാം അനുഭവിച്ചതാണ്. SDMA ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് മറികടക്കുന്നത്? പകരം മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കാനുള്ള നിയമപരമായ സാധുത നമുക്കുണ്ടോ? വേറെ മറ്റെന്തെങ്കിലും? ഈ IMD നിലവിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നിരിക്കെ നമ്മുടെ സംസ്ഥാനത്ത് തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കെ അതിനെ മറികടക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ SDMA എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കേന്ദ്ര ഏജൻസിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റൊരു ഇപ്പോൾ വെതർ മോഡലുകളും അനാലിസിസും നടത്തുന്ന ഒരുപാട് പ്രൈവറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളും അത്തരം നിലപാടുകളെടുത്ത് IMDയുടെ ഇങ്ങനെ ഫെയിലായിട്ട് വരുന്ന വാണിംഗ് കാരണം ചില സംസ്ഥാനങ്ങളെങ്കിലും മറ്റു പല മാർഗ്ഗങ്ങളും തേടിയിട്ടുമുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മൾ നിരന്തരമായ IMDയോട് അവരുടെ കൂടുതൽ വെതർ ഒബ്സർവേറ്ററീസ് സ്ഥാപിച്ചുകൊണ്ട്
കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് അവരുടെ മെച്ചപ്പെടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നേരിട്ട് സംസ്ഥാന റിലീഫ് കമ്മീഷണർ, റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നമ്മുടെ ഫ്ലഡിന് ശേഷം കത്തെഴുതുകയും ആ കത്തിലൂടെ നമ്മൾ കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചില പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടായി വരുന്നുണ്ട്. 100ഓളം നമ്മൾ ആവശ്യപ്പെട്ടത് 256 വെതർ സ്റ്റേഷൻസ് കേരളത്തിൽ വേണമെന്നാണ്. 100 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻസ് സ്ഥാപിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ IMD അതിലൊരു സ്പീഡ് അവർ കാണിക്കുന്നില്ല. അടുത്ത ഈ സീസൺ ഈ മഴക്കാലം തുടങ്ങുന്ന മുന്നെങ്കിലും നമുക്ക് സ്ഥാപിച്ച് കിട്ടേണ്ടത്, അതിനുവേണ്ടിയുള്ള പ്രഷർ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പരമാവധി IMDയെ നവീകരിച്ചുകൊണ്ട്, IMD എന്ന് പറയുന്നത് 150 വർഷത്തോളം പാരമ്പര്യമുള്ളൊരു വലിയൊരു സംവിധാനമാണ്. ആ സംവിധാനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടോ ഒരു സർക്കാർ സംവിധാനത്തെ ഇല്ലാണ്ടാക്കിക്കൊണ്ടോ മുന്നോട്ട് പോകേണ്ട ആവശ്യം നിലവിലില്ല. അവരിൽ വരുന്ന ഈ പറയുന്ന പിഴവുകളെ പരിഹരിക്കാനുള്ള പൊട്ടൻഷ്യൽ IMDക്ക് ഉണ്ട്. IMDക്ക് അത് സാധിക്കും. IMD അതിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവം IMD കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഏജൻസി നിലനിൽക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ സ്ട്രെസ് നൽകും. അപ്പോൾ കേരളത്തിന് കിട്ടുന്ന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നുണ്ട്. ഇപ്പോൾ ISROയുമായിട്ട് കേരള സർക്കാർ ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ ISROയുടെ വെതർ സ്റ്റേഷൻസ് കൂടി നമ്മൾക്ക് ഡാറ്റ തരുന്ന രീതിയിലേക്ക് ആ വെതർ സ്റ്റേഷൻസ് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ തലത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ മറ്റു മുന്നറിയിപ്പ് സംവിധാനങ്ങൾ CWRDMൻ്റെയും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെയും അങ്ങനെയുള്ള നമ്മൾക്ക് മുന്നറിയിപ്പ് തരാൻ സാധിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് 2005 ദുരന്ത നിവാരണ നിയമപ്രകാരവും 2016 ദേശീയ ദുരന്ത നിവാരണ പ്ലാൻ അനുസരിച്ചും IMD ആണ് നോഡൽ ഏജൻസി. IMDയെ തന്നെയാണ് നോഡൽ ഏജൻസി ആയിട്ട് നിർത്തണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. IMDയുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ആ ഗൗരവത്തിലെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞൊരു കാര്യത്തോട് പറയാനുള്ളത്, നേരത്തെ രാജഗോപാൽ സാറാണെങ്കിലും ഹരികുമാർ സാറാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ, താര മാഡം പറഞ്ഞ കാര്യങ്ങളും ഈ കാര്യങ്ങളിൽ പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഈ ജാഗ്രതാ നിർദ്ദേശം വന്ന ഉടനെ തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജില്ലാ കളക്ടർമാരുടെ ഒരു വീഡിയോ കോൺഫറൻസ് വിളിച്ചിരുന്നു. അതിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് നേരത്തെ ഹരികുമാർ സാർ നേരത്തെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ. അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്വാറിയുടെ കേസിലാണെങ്കിലും വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നതിലാണെങ്കിലും ഒരു ജനകീയ ക്യാമ്പയിനായി ഏറ്റെടുക്കണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സർക്കാർ സംവിധാനങ്ങൾ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതൽ ജില്ലാ അതോറിറ്റികൾ വരെ ഈ കാര്യത്തിൽ ഗൗരവമായി ക്യാമ്പയിൻ ഏറ്റെടുക്കാനും ജലവിഭവ വകുപ്പ് അത് നേതൃത്വം നൽകാനും, കുടിവെള്ളക്ഷാമം തീർച്ചയായും സാറ് പറഞ്ഞത് ശരിയാണ്, കുടിവെള്ളക്ഷാമം നമ്മൾ മുന്നിൽ കാണണം. അതുപോലെ പകർച്ചവ്യാധികൾക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾക്കൊരു വരൾച്ച പോലും നേരിടേണ്ടി വന്നേക്കാം. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അവരുടെ പഠന റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ച ശേഷം അതിനനുസരിച്ച് ഇവിടെ ഫാദ് മർസൂഖ് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ചിലത് സ്വകാര്യ ഏജൻസികളുടെ ചില ഫോർകാസ്റ്റുകൾ കൂടി ആശ്രയിച്ചാണ് അവരുടെ ദുരന്ത നിവാരണം ഉറപ്പാക്കുന്നതെന്നാണ്. അതിന് നിയമപരമായ സാധ്യതയുണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നത് കേരളത്തിന് നല്ലതല്ലേ? കാരണം IMDയെ സംബന്ധിച്ച് കേരളം ജിയോഗ്രഫിക്കലി രാജ്യത്തിൻ്റെ ഒരു മൂലയ്ക്കുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ്. അവരുടെ പ്രധാനമായും ശ്രദ്ധ ബാക്കിയുള്ള മെയിൻലാൻഡിലായിരിക്കും. ആ സാഹചര്യത്തിൽ നമ്മൾ സ്വതന്ത്രമായി ഒരു കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം രൂപപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വകാര്യ ഏജൻസികളുടെ ഫോർകാസ്റ്റുകളെ ആശ്രയിക്കുകയോ ചെയ്യേണ്ടതല്ലേ? ശ്രീ രാജഗോപാൽ കമ്മത്ത്. ചോദ്യം എന്നോടാണോ? അതെ, താങ്കളോടാണ്. ഓക്കെ, ശരിക്കും IMD മറ്റു ലോകരാജ്യങ്ങളിലെ കാലാവസ്ഥ നിരീക്ഷണ ഏജൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, വികസിത രാജ്യങ്ങളിലെ ഏജൻസികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IMD കുറച്ചുകൂടി ഡെവലപ്പ് ആകാനുണ്ട്. പക്ഷെ നമ്മളെക്കാൾ താഴെ നിൽക്കുന്ന ഒരുപാട് രാജ്യങ്ങളിലെ ഏജൻസികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മുൻനിര കാലാവസ്ഥാ പ്രവചന ഏജൻസികളുമായിട്ട് ഒത്തുപോകാനായിട്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. IMD നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർ മെച്ചപ്പെടുത്തേണ്ട വളരെയധികം മേഖലകളുണ്ട്. അത് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കേരളത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അവർ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. അവിടുത്തെ കൃഷിയിടങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുമാത്രമല്ല ഈസ്റ്റേൺ നമ്മുടെ കിഴക്കൻ മേഖലയിലെ കാര്യങ്ങളെയും കൂടുതലായിട്ട് കണക്കിലെടുക്കുന്നു. കാരണം സൈക്ലോണൊക്കെ ആ ഭാഗത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്.
അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രൈവറ്റ് ഏജൻസികളെ അത്രയ്ക്ക് ആശ്രയിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്കവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല. ഈ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്വകാര്യ ഏജൻസി ഇത്തവണത്തെ മൺസൂൺ ഉണ്ടാകാൻ നോർമൽ മൺസൂണിൻ്റെ സാധ്യത 50% പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് എന്ത് തരം പ്രവചനമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം IMD എനിക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ളൊരു പ്രവചനം IMD നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ മോഡലുകളെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രവചനങ്ങൾ നടത്തുന്നത്. ആ മോഡലുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. ആ രീതിയിൽ അത്തരത്തിലുള്ള കേന്ദ്ര ഏജൻസികളെ മാത്രമാണ് തീർച്ചയായിട്ടും നമുക്ക് ആശ്രയിക്കേണ്ടത്. അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രവചന സംവിധാനം, വ്യത്യസ്തമായ ഒരു പ്രവചന സംവിധാനം കേരളത്തിൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും എനിക്ക് വലിയ അഭിപ്രായമില്ല. കാരണം കേന്ദ്ര കാലാവസ്ഥാ ഏജൻസി തന്നെ നമ്മുടെ വളരെയധികം പണച്ചെലവുള്ള ഒരു ഏർപ്പാടാണ്. അതിന് നമ്മൾ ധാരാളം എഫേർട്ടും എടുക്കുന്നുണ്ട്, ധാരാളം പേർ ജോലി ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായും മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് നമ്മളെല്ലാവരുമായിട്ട് നടത്തേണ്ടത്. നമുക്ക് റെഫറൻസിനായിട്ട് മറ്റ് ഏജൻസികളുടെ പ്രവചനങ്ങളൊക്കെ നമുക്ക് ആശ്രയിക്കാം തീർച്ചയായിട്ടും. പക്ഷേ എപ്പോഴും ആശ്രയിക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് ബയാസ്ഡ് ഉണ്ടായിട്ട് ഇതിനകത്തൊക്കെ വിപണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ധാരാളം മാഗ്നിറ്റ്യൂഡുള്ള വശങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര ഏജൻസികളുടെ ഇത്തരത്തിലുള്ള പ്രവചന സംവിധാനങ്ങളെ ആശ്രയിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാനായിട്ട്. ഡോക്ടർ KG താര, കാലാവസ്ഥാ നിരീക്ഷണം, പ്രവചനം എന്നൊക്കെ പറയുന്നത് വിപണിയെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ വേനലിൽ കടുത്ത ചൂടുണ്ടാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എയർ കണ്ടീഷണറുടെ വിപണി ഉണരും. അപ്പോൾ അത്തരം എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു കാര്യമാണ് ഈ നിരീക്ഷണം. ആ സാഹചര്യത്തിൽ ഈ മറ്റ് ഏജൻസികളെ SDMAക്ക് എത്രമാത്രം പരിഗണിക്കാൻ കഴിയും? അവരുടെ ഫോർകാസ്റ്റുകൾ അനുസരിച്ച് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതല്ല, അവരെ കൂടി പരിഗണിച്ച് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുമോ SDMAക്ക്? അതോ IMDയെ തന്നെ ആശ്രയിച്ച് മുന്നറിയിപ്പുകൾ നൽകണമോ? അപ്പോൾ ഇത്തരം പിഴവുകൾ ഓഖി സമയത്ത് നമുക്കുണ്ടായ പ്രളയത്തിൽ ഉണ്ടായി എന്ന് ആരോപിക്കപ്പെട്ട ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ സമാന്തര സംവിധാനങ്ങൾ തേടുന്നതിൻ്റെ സാധ്യത എന്താണ്? സാധ്യത കുറവാണ്. കാരണം ഈ കേന്ദ്ര ദുരന്ത നിവാരണ പ്ലാനിലും നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാനിലും വ്യക്തമായി പറയുന്നുണ്ട്, നമ്മൾ ഈ ഇത്തരം ചൂടിൻ്റെ അത്യുഷ്ണം അല്ലെങ്കിൽ ഭൂകമ്പം, സൈക്ലോൺ, അതായത് ചുഴലിക്കാറ്റ്, ഇത്തരം കാര്യങ്ങളിൽ മുന്നറിയിപ്പ് തരേണ്ടത്, ഫ്ലഡ്, അതായത് അത്തരം കാര്യങ്ങളിലെല്ലാം മുന്നറിയിപ്പ് തരേണ്ടത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രൈവറ്റ്, ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കുറച്ച് പ്രൈവറ്റ് ഏജൻസികളെ എടുക്കുന്നു, ആന്ധ്രാപ്രദേശിൽ വേറെ പ്രൈവറ്റ് ഏജൻസികളെ എടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു സമാനത വരുന്നത്, ഒരു തുല്യത വരുന്നത്? അതിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു യൂണിഫോം ഒരു ഇത് വരണ്ടേ? അപ്പോൾ നമ്മളിവിടെ ഡ്രൗട്ട് കണ്ടീഷൻ, അതായത് വരൾച്ച വരുന്നു എന്ന് പ്രൈവറ്റ് ഏജൻസിയുടെ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ഒരു അലർട്ട് കൊടുക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് അതിന് ഒരു കാലത്തും നമുക്കതിന് സഹായം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുടെ അലർട്ടുകൾ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രൈവറ്റ് ഏജൻസികളുടെ അലർട്ടുകൾ നമുക്കൊരു അതുമായിട്ട് താരതമ്യത്തിന് എടുക്കാം എന്നുള്ളതല്ലാതെ അതിൻ്റെ ബേസിസിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു മുന്നറിയിപ്പ് സംവിധാനമോ ഒരിക്കലും ഒരു ദുരന്ത പ്രവചനമോ നടത്താൻ SDMAക്ക് സാധിക്കില്ല. അതൊന്ന്. രണ്ട്, ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ എല്ലാ കേന്ദ്ര ദുരന്ത നിവാരണ പ്ലാനിലും സംസ്ഥാന ദുരന്ത നിവാരണ പ്ലാനിലും പറയുന്നത്, എന്തെങ്കിലും ഇങ്ങനെയുള്ള അടിയന്തര സാഹചര്യം, സൈക്ലോൺ, ചുഴലിക്കാറ്റാവട്ടെ, ഭൂകമ്പത്തിന് മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഭൂകമ്പത്തിൻ്റെ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നു, റിക്ടർ സ്കെയിലിൽ എത്രയായിരുന്നു അതിൻ്റെ വ്യാപ്തി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയേണ്ട നോഡൽ ഏജൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ അവർ അറിയിപ്പ് SDMAക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം അറിയിപ്പ് കിട്ടാൻ SDMAക്ക് ഒരു പക്ഷേ വെയിറ്റ് ചെയ്യാമായിരുന്നു. അതിനു മുമ്പ് 8% എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാതെ അത്യുഷ്ണം വരാൻ പോകുന്നു, നമുക്കതിന് വേണ്ട നടപടികൾ എടുക്കാം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉചിതമായ ഒരു നടപടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട്, നമ്മൾ ചെയ്യേണ്ട നടപടിക്രമങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഹരികുമാർ അദ്ദേഹം സംസാരിച്ചു. അതിനോട് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ ഈ മഴവെള്ള സംഭരണം ഇപ്പോൾ പോലും നമ്മൾ പുതിയ കെട്ടിടങ്ങൾക്ക് മാത്രമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ. എല്ലാ നിലവിലുള്ള കെട്ടിടങ്ങൾക്കും, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കെട്ടിടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാ കെട്ടിടങ്ങൾക്കും ഈ മഴവെള്ള സംഭരണികൾ നിർബന്ധമാക്കണം. ബാംഗ്ലൂർ നഗരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, ഈ മഴവെള്ള സംഭരണികൾ, മേൽക്കൂര സംഭരണികൾ ഇല്ലാത്ത വീടുകളുടെ വെള്ളത്തിൻ്റെ ബില്ലിൽ 18% ഇവർ 25% അവർ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് അവർ ഈടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ശിക്ഷണ നടപടിയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് അവരുടെ വെള്ളം കരുതലിനെ കാണുന്നത്. അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഇവിടെ നിർബന്ധമായിട്ട് കൊണ്ടുവരാം. രണ്ട്, ഈ മഴക്കുഴികൾ എല്ലായിടത്തും നമുക്ക് നിർബന്ധമാക്കാം. കാരണം ഇനി വരാൻ പോകുന്ന വേനൽ മഴയിൽ കിട്ടുന്ന ഈ വെള്ളത്തിനെ നമ്മൾ പരിപൂർണമായിട്ട് നമ്മൾ സംരക്ഷിച്ച് വയ്ക്കേണ്ടതുണ്ട്. മൂന്ന്, നമ്മൾ ഈ
പല മറ്റ് രാജ്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ പോലും അതിൽ ആ മാതൃകകളൊക്കെ നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. സിംഗപ്പൂർ എന്നുള്ള നഗരം ഈ ഓടകളിൽ കൂടി ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ ശേഖരിച്ച വലിയ കണ്ടെയ്നറുകളിൽ ശേഖരിച്ച 18% അവരുടെ വെള്ളത്തിൻ്റെ ഉപയോഗത്തിൻ്റെ 18% ഈ വെള്ളത്തിനെ പുനരുപയോഗിക്കുകയാണ്. ഇപ്പോൾ സിംഗപ്പൂർ മാതൃകയിൽ നമുക്ക് വേറെ വലിയ കണ്ടെയ്നറൊന്നും ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി നമുക്കില്ല. പക്ഷേ സാധാരണ നമ്മുടെ ഈ ഓടയിൽ കൂടി ഒഴുകിപ്പോകുന്ന വെള്ളത്തിനെ നമുക്ക് ഭൂഗർഭജലത്തിനെ താഴേക്ക് താഴ്ന്നു പോകത്തക്ക രീതിയിൽ അതിൻ്റെ രൂപകൽപ്പന മാറ്റാൻ സാധിക്കും. ഈ കോൺക്രീറ്റ് ഓടകൾ മാറ്റിക്കൊണ്ട്, അതായത് അടിഭാഗം മാത്രം കോൺക്രീറ്റ് മാറ്റിക്കൊണ്ട് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന വെള്ളത്തിന് ഒരു വലിയ പരിധി വരെ അതിൻ്റെ 1/3 നമുക്ക് ഭൂഗർഭജലത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ സാധിക്കും. ഇത്തരം നവീന ആശയങ്ങൾ നമ്മുടെ ചർച്ചയിൽ വരണം. അതുപോലെ തന്നെ ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂണിഫോം ഇട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഈ ഓവർകോട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന, അതായത് ഡോക്ടർമാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, എൻജിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ യൂണിഫോം നോക്കൂ. അതുപോലെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യൂണിഫോം നോക്കൂ. അവരൊക്കെ സോക്സ് ഇട്ടിട്ടാണ് ഇപ്പോഴും, സോക്സും ഷൂസും. എന്താണ് ഇത്രയും കൊടും ക്രൂരത വേറെ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ബാലാവകാശ കമ്മീഷനെ കൊണ്ടോ സർക്കാർ നേരിട്ടോ ഇത്തരം ഈ യൂണിഫോമിൻ്റെ നിബന്ധനകൾ ഈ കൊടും ചൂടിൽ പാടില്ല എന്ന് തന്നെ കർക്കശമായ നിർദ്ദേശം. അതിനിപ്പോൾ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഇത്തരം നിർദ്ദേശങ്ങൾ ഉടനടി കൊടുക്കണം. ഈ വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ഇത്തരം ധാരാളം നിർദ്ദേശങ്ങൾ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സമയത്ത് കേരളത്തിലുള്ളത്. ഇത് അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ കെ ജി താര, ഫഹദ് മർസൂഖ്, ഡോക്ടർ രാജഗോപാൽ കമത്ത്, ഡോക്ടർ പി എസ് ഹരികുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.